ിരുന്നോളൂ. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. മുസ്ലിമീങ്ങൾ അസഭ്യം പറയുന്നവരാണ് എന്ന് വരുത്തരുത്. നമ്മുടെ പേരുകൾ ദീനിന്റെ അടയാളമുള്ള പേരുകളാണ്. ആ പേരുകളിൽ ഏതെങ്കിലും ഒരാൾ ഒരു അക്കൗണ്ട് എടുത്തിട്ട് വല്ലതും എഴുതി വിട്ടാൽ അത് ദീനിന്റെ അക്കൗണ്ടിലാണ് വരുന്നത്. നമ്മളെ ഒരു വ്യക്തിയല്ല ബാധിക്കുന്നത്, ഈ ശരീഅത്തിനെയാണ് ബാധിക്കുന്നത്, വിശുദ്ധ ഇസ്ലാമിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് മനോഹരമായ അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് മലിനപ്പെടുത്തരുത്, നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് മലിനപ്പെടുത്തരുത്. എവിടെയെല്ലാം ഈ ഉമ്മത്ത് ജോലി ചെയ്യുന്നുണ്ടോ, ഇവിടുത്തെ ഓഫീസുകളിലുണ്ടാവാം, ഗവൺമെൻറ് തലങ്ങളിലുണ്ടാവാം, പ്രൈവറ്റ് സെക്ടറിലുണ്ടാവാം, ഗൾഫ് നാടുകളിൽ എവിടെയെല്ലാം നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ, നമ്മൾ മുസ്ലിമീങ്ങളാണോ, സത്യസന്ധതയ്ക്ക് വിരുദ്ധമായത് ചെയ്യരുതേ. ഒരു മുസ്ലിമിനെ ജോലിക്ക് നിർത്തിയിട്ട് എംപ്ലോയി ആയി കൊണ്ടുവന്നിട്ട് അവൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറയിപ്പിക്കരുത്. ഒരു മുസ്ലിം അവൻ അവിടെ ജോലി ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ കമ്പനി ബാങ്ക്റപ്റ്റായി എന്ന് പറയിപ്പിക്കരുത്. നമ്മൾ ഈ ഉമ്മത്തിൻ്റെ നാമമാണ് ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്, നമ്മളൊരു വ്യക്തിയല്ല, ഈ ഉമ്മത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരാൾ വരുത്തിവെക്കുന്ന ദുഷ്പേര് ഈ ഉമ്മത്തിന്റെ തലയിലാണ് വന്നു ഭവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ ജനങ്ങളോട് നല്ലതേ പറയാവൂ, വെറുപ്പ് പറയരുത്, വെറുപ്പ് പ്രചരിപ്പിക്കരുത്, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കരുത്, സ്പർദ്ധകൾ ഉണ്ടാക്കരുത്, വൈരാഗ്യമുണ്ടാകുന്ന വർത്തമാനങ്ങൾ ചെയ്യരുത്, അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ ഒരു പ്രകടനം കടന്നു പോവുകയാണെങ്കിൽ പോലും ആരുടെയും ഒരു മതവിശ്വാസികളുടെയും മനസ്സിനെ നോവിക്കുന്നത് നമ്മൾ ചെയ്യില്ലെന്ന് ഉറപ്പാണ്. എന്നാലും ആർക്കെങ്കിലും ഒരു പ്രയാസം തോന്നുന്ന വിധമുള്ള പെരുമാറ്റം നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മുതിർന്നവർ ഇടപെടണം. അവിടെ മുതിർന്നവർ ഇടപെടുമ്പോൾ ചെറിയവർ അവരനുസരിക്കണം. അങ്ങനെ അതബോടെ അച്ചടക്കത്തോടെ കഴിഞ്ഞുകൂടുന്ന ഉമ്മത്താണ് നമ്മുടേത്. നമ്മുടെ വീടുകൾ അങ്ങനെയാവണം, നമ്മുടെ മഹല്ലുകൾ അങ്ങനെയാണ്, പഞ്ചായത്തുകളും ജില്ലയും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ലോക രാജ്യങ്ങളും അങ്ങനെയാവണം. ഇത് പഠിപ്പിക്കാനല്ലേ ഇസ്ലാം വന്നത്, ഇത് പഠിപ്പിക്കാനാ ശരീഅത്തുദ്ദീൻ വന്നത്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഏതൊരു മനുഷ്യനും നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അള്ളാഹു ജന്മനാ നൽകിയിട്ടുണ്ട്. ഒരു കുട്ടിക്കറിയും നാണം മറക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഒരു കുട്ടി നമ്മളോട് നുണ പറയുമ്പോൾ കുട്ടി പേടിച്ചിട്ടാ പറയുന്നത്. എന്തുകൊണ്ട് നുണ പറയാൻ പാടില്ലെന്ന് കുഞ്ഞിനറിയാം. ആര് പഠിപ്പിച്ചു? ഏത് മനുഷ്യന്റെയും പ്രകൃതി അള്ളാഹു നൽകുന്നൊരു അത്ഭുതമാണത്. ഏത് ജാതി, ഏത് വീട്ടിൽ, ഏത് നാട്ടിൽ ജനിച്ച മോനാണെങ്കിലും അക്രമം പാടില്ലെന്ന് ഏത് മനുഷ്യനും ഇന്നറിയാമല്ലോ. അക്രമം തെറ്റാണ്, കൊലപാതകം തെറ്റാണ്, മോഷണം തെറ്റാണ്, പരദൂഷണം പാടില്ലാത്തതാണ്, തിന്മകൾ പാടില്ലാത്തതാണ്, നീതി നല്ലതാണ്, സത്യം നല്ലതാണ്, ധർമ്മമാണ് നല്ലത്. ആരാ ഇത് പഠിപ്പിച്ചത് ലോകത്ത്? അങ്ങനെ ഒരു ചിന്ത മനുഷ്യ മനസ്സുകളില്ലായിരുന്നുവെങ്കിൽ സെക്യുലർ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ജുഡീഷ്യറി ഉണ്ടാവുക? എങ്ങനെയാണ് കോടതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? കോടതി ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണ് എന്ന് പറയുമ്പോൾ സർവ്വ മനുഷ്യരുടെ മനസ്സും തലതിരിഞ്ഞിട്ടാണെങ്കിൽ കോടതിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മനസ്സിനുള്ളിൽ നന്മ തിന്മകളുടെ അടിസ്ഥാന ബോധം അള്ളാഹു നൽകിയതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നന്മ തിന്മകളുടെ ബോധം നൽകിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നന്മയ്ക്ക് വേണ്ടി നിയന്ത്രിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ ശരീരം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ആ ശരീരത്തെ ആരാണോ നിയന്ത്രിക്കുന്നത്, ഖദ് അഫ്ലഹ, അവര് വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ, ശരീരത്തിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തിന്മകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ്, അവർക്ക് പരാജയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറഞ്ഞു. എന്നിട്ട് സമൂദിന്റെയും ആദിന്റെയും ചരിത്രമാണ് പറയുന്നത്, ലോകത്ത് അഹങ്കാരം കൊണ്ട് ചരിത്രം തീർത്തവർ. അതുകൊണ്ട് ഈ ശരീരം പാകപ്പെടുത്താനുള്ളതാണ്. കുട്ടികൾ പറയില്ലേ എൻ്റെ ഇഷ്ടമാണത്, കുട്ടികൾ പറയും എനിക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ പൊയ്ക്കൂടെ, ആര് തടയാൻ? ഈ രാജ്യം അങ്ങനെയല്ലേ, നിയമം അങ്ങനെയല്ലേ, എൻ്റെ ഇഷ്ടം, ഞാനൊരു അഡൽട്ടല്ലേ, ഞാനൊരു പ്രായപൂർത്തിയെത്തിയ ആണല്ലേ പെണ്ണല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷേ നിന്റെ മേൽ അള്ളാഹുവിൻ്റെ ശരീഅത്തിന്റെ ഒരു അംബ്രല്ലയുണ്ട്. ആ കുടക്ക് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തിന്മകളെ നമ്മുടെ ഈ ശരീരങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതോടുകൂടെ ഇതെൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണോ എന്ന് ചിന്തിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്.
നമ്മുടെ മക്കൾ ചിന്തിക്കണം, അത് എൻ്റെ റബ്ബിന് ഇത് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. കള്ളുടിക്കുന്നവർ അതാ പറയാം, എൻ്റെ ഇഷ്ടം. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായി അത് എൻ്റെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾക്ക് എവിടെ ഏത് കഫേയിലും കയറിക്കൂടെ, ഏത് പാർക്കിലും വന്ന് ഇരുന്നൂടെ, ഏത് ബീച്ചിലും പോയി കറങ്ങിക്കൂടെ, ആരുണ്ട് തട? ആരും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്, ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. മനുഷ്യന് എത്രയെല്ലാം എക്സ്ക്യൂസുകൾ പറയാനുണ്ടെങ്കിലും അള്ളാഹു നൽകുന്ന സംവിധാനങ്ങളെ ന്യായീകരിക്കുമ്പോൾ തന്നെയും മനുഷ്യന്റെ മനസ്സിനുള്ളിൽ അറിയാം ഞാൻ ചെയ്യുന്നത് തിന്മയാണെന്ന്. ആ തിന്മയെ തിരുത്താനാ ശരീഅത്ത്. അതിനാണ് ഇസ്ലാം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൊറാലിറ്റി ഇത് മനുഷ്യന്റെ മനസ്സുകളിലുണ്ട്. അതിനെ പരിപോഷിപ്പിക്കാനാണ്, അതിന് നറിഷ്മെന്റ്സ്, അതിനെ വളർത്തിക്കൊണ്ടുവരാനാണ് പുണ്യനിബിതങ്ങൾ ലോകത്തേക്ക് വന്നത്. അവിടുന്ന് പറയുകയാണ്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നെ അല്ലാഹു പ്രവാചകരായി നിയോഗിച്ചത് മനുഷ്യ സ്വഭാവത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ അതിന്റെ പെർഫെക്ഷനിൽ എത്തിക്കാനാണ്. ഇന്നമാ ബുഇസ്തു, ഐ ഹാവ് ബീൻ സെന്റ്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. I have been sent to perfect the highest human manners. മനുഷ്യന്റെ മൊറാലിറ്റിയുടെ, ബിഹേവിയറിന്റെ ഏറ്റവും മനോഹരമായ തലങ്ങളെ രൂപപ്പെടുത്താനാണ് നബിതങ്ങൾ ഇങ്ങോട്ട് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ നല്ലവരായാൽ പോരാ, ഏറ്റവും നല്ലവരാവണം. അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന. ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആനിൽ നിന്ന് ഹസനുമുണ്ട് അഹ്സനുമുണ്ട്. അതിൽ അഹ്സൻ നേടുന്നവരാണ് സത്യവിശ്വാസികളെ. നല്ലതുണ്ട് ഖുർആനിൽ, ഏറ്റവും നല്ലതുണ്ട്. ഏറ്റവും നല്ലതാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ലതും ചീത്തയുണ്ടെന്നല്ല, ഖുർആനിൽ ഹസനും അഹ്സനുമാണ്. അതിൽ അഹ്സനാണ് നമ്മൾ എടുക്കുക, ഏറ്റവും നല്ലത്. നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഹക്ക് നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷേ അഹ്സനാണ്. നിനക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? വിട്ടുകൊടുത്തേക്ക്. മാപ്പ് ചെയ്യാൻ പറ്റുമോ? മാപ്പ് ചെയ്തേക്ക്. ഒരാളെ കൊന്നു കളഞ്ഞാൽ, കൊലപാതകം നടത്തിയാൽ കൊലയാളിയെ കോടതി തിരിച്ചു കൊല്ലും. കോടതിയാണ് ചെയ്യേണ്ടത്, മനുഷ്യന്മാരല്ല, നാട്ടുകാരല്ല. പക്ഷേ ആ കൊല്ലപ്പെട്ട വിക്ടിമിൻ്റെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് മാപ്പ് തരാൻ ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ ഒരുക്കമാണ്. അത് അഹ്സനാണ്. അത് ഏറ്റവും നല്ല ഹയസ്റ്റ് മൊറാലിറ്റിയാണ്. ഭയങ്കര കൂലിയുള്ള വിഷയമാണ്. ഹബീബായ നബി ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തേക്ക്. പക്ഷെ നിങ്ങളുടെ ഹക്കുണ്ട് അവിടെ, നിങ്ങൾക്ക് ചോദിക്കാം, അവകാശപ്പെടാം, കോടതിയിൽ വാദിക്കാം, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷേ നിങ്ങൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ, എന്നേക്കുമായി വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരും. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് فليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മോളായ ഹബീബായ നബിയുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ വിഷയത്തിൽ മിസ്തഹ് ഇബ്നു ഉസാസ എന്ന് പറയുന്ന സ്വഹാബി, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബിയാണ്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ റൂമർ ഉണ്ടായപ്പോൾ ആ റൂമർ ചില ആളുകൾക്ക് ഏറ്റുപറഞ്ഞു കൊടുത്ത ആള്, ഇന്നത്തെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്തു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു എന്ന് പറയും. അന്ന് മഹാനവറുകൾ അത് ഏറ്റുപറഞ്ഞു. ആരോടോ പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ടോലോ മിസ്തഹബിന് ഉസ്താദ പറയാണ്, ആയിഷ ബീവിയെയും സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടോ. അത്രേ പറഞ്ഞുള്ളൂ. 80 അടി അടിക്കപ്പെട്ടു പുറത്ത്. 80 അടി, 80 ജൽദ. ഒരാണിനെക്കുറിച്ചോ ഒരു പെണ്ണിനെക്കുറിച്ചോ 4 സാക്ഷികളെ വിസ്തരിക്കാതെ വ്യഭിചാര ആരോപണം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഇസ്ലാമിൻ്റെ കോടതിയാണെങ്കിൽ പുറത്ത് 80 ജൽദ, 80 അടി കിട്ടും. അതിൽ കിട്ടിയിട്ടുണ്ട് മിസ്തഹ് ഇബ്നു ഉസാസയ്ക്ക്, കിട്ടിയിട്ടുണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർക്ക്, ഹംന ബിൻതു ജഹ്ഷ് എന്നവർക്ക്. എന്ത് ചെയ്യും? തെറ്റുപറ്റിപ്പോയി. പക്ഷെ അവർ തൗബ ചെയ്തു മടങ്ങി. വഹസുന ഇസ്ലാമുഹും റളിയല്ലാഹു അൻഹും വറളു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റേഷൻ കൊടുത്ത് പരിപാലിക്കുന്ന മോനാണിത് മിസ്തഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മിസ്തഹിന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പട്ടിണിയാണ്. ആ ആളാണ് സിദ്ദീഖ് തങ്ങളുടെ മോളെ പറ്റി പറഞ്ഞത്, ഏറ്റു പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് എന്നൊരു വാപ്പല്ലേ, വിഷമമുണ്ടാവൂലേ, ഇനി മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇനി ഞാൻ സഹായിക്കൂല.
ഇത്ര കാലമൊക്കെ സഹായിച്ചിട്ട് ഇതല്ലേ ഉപകാരം കിട്ടിയത്. പൊന്നു സഹോദരങ്ങൾ, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ലേ, അള്ളാഹ്ക്ക് വേണ്ടി വിചാരിച്ച് ചെയ്തോളൂ കേട്ടോ. തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കേ വേണ്ട. ദുന്യാവിലത് കിട്ടൂല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യണം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളൂ, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടി വരും. നമ്മളിപ്പോൾ കല്യാണത്തിന് സഹായിക്കുമ്പോൾ എന്താ കൊടുക്കുക, ഒരു 5000 കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്തിനേ കൊടുക്കണമെന്നറിയോ? നമ്മളെ മോളെ കല്യാണം ആകുമ്പോൾ ഇത് 10,000 ആയിട്ട് തിരിച്ചു കിട്ടും അല്ലേ. ഇതൊക്കെ വിളവാണ്, ഇതൊന്നും ദാനെന്ന് പറയില്ല. ഹൗസ് വാമിങ് നടക്കുകയാണ്, നിങ്ങൾ പാല് കാച്ചൽ നടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അലമാര കൊണ്ടുപോയി കൊടുക്കാം. നമ്മളെ ഹൗസ് വാമിങ്ങിന് അലമാരയും കട്ടിലടക്കം കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടില്ലേ. ഇതൊരു ചെറിയ ട്രേഡിങ് ആണ്. ഇതിനൊന്നും ദാനെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു സ്വർണം കൊണ്ടുപോയി കിട്ടുമ്പോൾ അളന്ന് നോക്കിയിട്ട് അത് എത്ര ഗ്രാം, അരപ്പവനുണ്ടല്ലേ, അല്ലെങ്കിൽ 8 ഗ്രാമുണ്ട്, 6 ഗ്രാമുണ്ട്, 5. എന്തിനെന്നറിയോ? നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ മക്കളുണ്ടാവില്ലേ. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുമ്പോൾ അവർ അര കൊടുത്തത് 1 ആക്കി തരും. ഇതിന് തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടം എന്ന് പറഞ്ഞോളൂ. ഇതൊന്നും ദാനമല്ല കേട്ടോ, ഇതൊന്നും ദാനമല്ലേ. ഇതൊക്കെ നമ്മളെ വല്ലാണ്ടങ്ങ് മെറ്റീരിയലിസ്റ്റുകളാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വീട്ടുകല്യാണം കൊണ്ടുപോയി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കടം വാങ്ങിയിട്ടും പലിശക്ക് വാങ്ങിച്ചിട്ടും ചെയ്യല്ലേ, ഹറാമാണത്. പലിശക്കൊന്നും വാങ്ങി പണയപ്പെടുത്തിയിട്ടൊന്നും ചെയ്യരുത്, ഒരു ബർക്കത്തും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ജന്മത്തിൽ സന്തോഷമുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നൂലെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോ. തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തിൽ കൊടുക്കല്ലേ. അത് ആഗ്രഹിക്കുകയും ചെയ്യരുത്, പറയും ചെയ്യരുത് അതിനെക്കുറിച്ച്. ഞാൻ അന്ന് തന്നില്ലേ, ഞങ്ങൾ തന്നത് ആ മാല എവിടെ ഇട്ട് കൊടുക്കാറില്ലേ എന്ന് ചോദിക്കരുത്. ആ കൊടുത്ത കൂലി അങ്ങ് പോയി പോകും. നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരു അലമാരി, ഒരു കട്ടിലൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂലേ? ഒരു പാലുകാച്ചൽ ചടങ്ങിന് നിങ്ങളൊരു സ്പൂണോ ഒരു കത്തിയോ ഒരു കയ്യിലോ വാങ്ങിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കൂടെ പറ്റുന്നത് ചെയ്താൽ മതി. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കല്ലേ, ചെയ്യരുത്. ഇതൊക്കെ നമ്മളെ മോശമാക്കുകയാണ്. നമ്മുടെ സ്വഭാവങ്ങളിൽ ആർത്തി വരും, അത്യാർത്തി വരും. പിന്നെ ഇതൊക്കെ കണക്ക് വെച്ച് നടക്കും നമ്മൾ. അപ്പോൾ പിന്നെ വൈരാഗ്യമാവും. ആ മനുഷ്യൻ തിരിച്ചു തരാൻ പറ്റാത്ത അവസ്ഥ വരും. ചിലപ്പോൾ അയാൾ മറന്നു കാണും, ചിലപ്പോൾ അയാൾക്ക് അതിന് സാധ്യമാവില്ല. നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നും. അതുകൊണ്ട് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയരുത്. ആ കൊടുത്തതിനെ കുറിച്ച് പറയുകയും അരുത്. ഇങ്ങനെയാ ദാനം ചെയ്യാൻ പറഞ്ഞത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലതു കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ കൊടുത്താൽ അർശിന്റെ തണൽ നാളെ വിചാരണ നാളിൽ അള്ളാഹു നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാമൂലുകൾ പരിപാടി നിർത്തിവെക്കണേ. നിങ്ങൾ സ്നേഹത്തോടെ കൊടുക്കുക, കഴിയുന്നത് കൊടുത്താൽ മതി. തിരിച്ച് ഉപകാരം ചെയ്യൽ നല്ലതാണ്, അത് ചെയ്യണം. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്താൽ ഫകാഫിഉ, തിരിച്ച് നിങ്ങൾ ഉപകാരം ചെയ്യണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈറാ എന്നെങ്കിലും പറയണേ. പുണ്യനബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, തിരിച്ച് ജസാക്കല്ലാഹു ഖൈറാ, മേ അല്ലാഹു റിവാർഡ് യു ബെറ്റർ, അല്ലാഹു നിങ്ങൾക്ക് ഇതിലും നല്ലത് പ്രതിഫലം തരട്ടെ എന്നെങ്കിലും തിരിച്ചു മറുപടി പറയണം. ഫഖദ് അജ്സല ഫിസ്സനാ, അത് നല്ല ഒരു മറുപടിയാണത്, ധാരാളം പുകഴ്ത്തി പറയുന്നതിന് തുല്യമാണ് എന്നും പുണ്യനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വേദനിക്കുകയാണ്. എൻ്റെ മിസ്തഹ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അതുകൊണ്ട് മിസ്തഹിന് ഞാൻ മാപ്പ് ചെയ്യില്ല. മാപ്പ് ചെയ്യില്ല എന്നല്ല, മാപ്പ് ചെയ്തു. മിസ്തഹിന് ഞാൻ ഇനി കൊടുക്കില്ല. മിസ്തഹിന് ഞാൻ പൈസ കൊണ്ട് സഹായം ചെയ്യില്ല, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കില്ല. എൻ്റെ മോളെ ആയിഷ ബീവിയെ കുറിച്ച് അവൻ ഇത് പറഞ്ഞില്ലേ? ഞാൻ ഇത്രയും കാലം നോക്കിയ ആളല്ലേ മിസ്തഹ് എന്നോട് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? അപ്പം നമ്മൾ ചെയ്തത് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ വേദന വരിക. ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്ത ആളല്ലേ, എന്നിട്ട് അയാൾ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് നമ്മൾ ഉപകാരം ചെയ്തത് ഓർത്ത് നടക്കുമ്പോഴേ ഈ പ്രശ്നം വരുള്ളൂ. നബി നിങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഉപകാരം ചെയ്തു കൊടുത്തത് ഉടനെ മറക്കണം. ഇങ്ങോട്ട് ഉപദ്രവം കിട്ടിയതും ഉടനെ മറക്കണം. ഇങ്ങോട്ട് കിട്ടിയ ഉപദ്രവം ഓർത്ത് നടക്കരുത്. അതോർത്ത ഒരു സമാധാനം ഉണ്ടാവില്ല. അതോർത്താൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഓർക്കാറില്ല ഈ പറഞ്ഞ സംഗതി രണ്ടും. എന്തേ? അത് ഓർക്കണ്ടെന്നാണ് നബി നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തിനാ ഓർത്തെടുക്കുന്നത്? നിങ്ങൾ ഉപകാരം ചെയ്യുന്നുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ അതിനെപ്പറ്റി നോ മെൻഷൻ പറയുക വേണം. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മളെന്തായാലും എയറിലിട്ട് പൊരിക്കുകയൊക്കെ ചെയ്യും. അവർ പൊരിച്ചിട്ട് തിന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാന്നല്ലാണ്ട് അവരോട് ഒരു ദേഷ്യമോ ഒരു പകയോ കൊണ്ടു നടക്കാറില്ല, അതിൻ്റെ പിന്നാലെ പോകാറുമില്ല. ഇത് നബിതങ്ങൾ തന്ന മരുന്നാണ്. ഈ മരുന്ന് കഴിച്ചാൽ സമാധാനം ഉണ്ടാവും, ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. നമ്മുടെ വീടുകളിൽ ഇത് കൊണ്ടു നടന്നൂടെ? എന്ത് നല്ല സ്വഭാവമാണ്.
തഖ്വ കഴിഞ്ഞാൽ നാളെ തുലാസിൽ അള്ളാഹു നമ്മുടെ അമൽ തൂക്കി നോക്കുമ്പോൾ ഈ സൽസ്വഭാവമാണ് ഏറ്റവും കനം തൂങ്ങുന്ന അമൽ. ഇന്ന അസ്ഖല മാ യുദഉ ഫിൽ മീസാനി ബഅദ തഖ്വല്ലാഹ് ഹുസ്നുൽ